അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മശാസ്ത്ര സരണി, മദ്ഹബിന്റെ ഇമാമുമാർ പ്രവാചക ചര്യയെ എങ്ങനെ പിന്തുടരുന്നു എന്ന അതികാലിക പ്രസക്തമായ ഒരു ടോപ്പിക്കാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക. ഇനി കൂടുതൽ സമയം വൈകിക്കാതെ കാലിക പ്രസക്തമായ വിഷയം ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് സംവദിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളാണുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മദ്ഹബുകളുടെ ഉത്ഭവം, അത് ഹദീസുകളുമായിട്ടുള്ള അവലംബം, അവരുടെ വ്യക്തിശുദ്ധി, സമകാലിക പ്രസക്തി എന്നതിനെ കുറിച്ചാണ്. ഇവർ എത്രത്തോളം പ്രവാചക ചര്യയെ സംരക്ഷിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ എന്ന് ആദ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളായതുകൊണ്ട് തന്നെ ഒരു കർമ്മസരണി നമുക്കുണ്ടാകൽ അനിവാര്യമാണ്. നമ്മൾ പിന്തുടരൽ അനിവാര്യമാണ്. ഒറ്റക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷി നമുക്കിതുവരെ ആയിട്ടില്ല. ഞാൻ ഉണ്ടെങ്കിലും ഒരിക്കലും സ്വയം ഇജ്തിഹാദ് ചെയ്യാൻ, സ്വയം വിചിന്തനം ചെയ്യാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച്, വലിയ മഹാന്മാരെ കുറിച്ച്, അവരെ പിന്തുടരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ 92-ാമത്തെ ആയത്തിൽ വഅതീഉല്ലാഹ വഅതീഉർ റസൂല വഹ്ദുറു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ ജാഗ്രത പാലിക്കുകയും ചെയ്യുക. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. എന്താണ് പറയുന്നതിന്റെ ഒരു സാരാംശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ കാലഘട്ടത്തിലുള്ളവരാണ്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളവരാണ്. പിന്നീട് അവരെ തുടർന്ന് വന്നിട്ടുള്ള ആൾക്കാർ, പിന്നീട് അതിനുശേഷമുള്ള ആൾക്കാർ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിനെയും കൽപ്പനകൾ പകർന്നു നൽകാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളെയാണ് മനുഷ്യർക്ക് തങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, നിർവഹിക്കണം, പ്രവാചകൻ കാണിച്ചു തന്ന അതേ പാതയിൽ ആ ചര്യ കൃത്യമായി ജീവിതത്തിൽ പകർത്തി ആ സുന്നത്തിനെ ക്രോഡീകരിച്ച് കർമ്മശാസ്ത്ര സരണിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അവരിൽ പ്രധാനികളാണ് ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി റഹിമഹുല്ലാഹ് എന്നീ 4 മദ്ഹബുകൾ. കേവലം 4 അഭിപ്രായങ്ങളല്ലത്, മറിച്ച് പ്രവാചകനിലേക്ക് നേരിട്ട് ചെന്നെത്തുന്ന പ്രമാണങ്ങളാണ്, തെളിവുകളുടെയും മഹാസമുദ്രമാണ്. ആദ്യമായിട്ട് എന്തിനാണ് 4 മദ്ഹബുകൾ ഉണ്ടായത്? ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പ്രവാചകന്റെ തന്നെ ഒരു വേർഡുണ്ട്, ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ. നേതാക്കളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എങ്കിലാണ് നല്ല അഭിപ്രായങ്ങൾ വരുള്ളൂ. അപ്പോ അതിനെക്കുറിച്ച് ഞാൻ വളരെ ഗഹനമായിട്ട് വിശദീകരിക്കുന്നില്ല. എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ്. ആദ്യമായിട്ട് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ
യുക്തി വിചാരവും തെളിവുകളുടെ സമന്വയവും എത്രത്തോളം ആധികാരികമായിട്ടാണ് അദ്ദേഹം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹനഫി മദ്ഹബിന്റെ സ്ഥാപകനാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ്. നുഅ്മാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നുഅ്മാൻ ഇബ്നു സാബിത്ത്. താബികളുടെ കാലത്തിൽ ജീവിച്ച പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ രീതിശാസ്ത്രവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് എപ്പോഴും പറയുമായിരുന്നു, സ്വഹീഹായ ഹദീസ് എനിക്ക് എവിടെ കിട്ടുന്നുവോ അതാണ് എൻ്റെ മദ്ഹബ് എന്ന്. ഖുർആന്, ഹദീസ്, സ്വഹാബികളുടെ വീക്ഷണങ്ങൾ എന്നിവയ്ക്ക് പുറമെ പ്രമാണങ്ങളുടെ അഭാവത്തിൽ പുതിയ കാലത്തെ പ്രശ്നങ്ങൾക്ക് അഥവാ ഖിയാസ്, യുക്തി വിചാരങ്ങൾക്ക് സന്ദർഭോചിതമായിട്ട് നിയമനിർമ്മാണം അഥവാ ഇസ്തിഹ്സാൻ എന്നീ കാര്യങ്ങൾ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു കൊച്ചുകുട്ടി ചെളിയിൽ നടക്കുന്നത് കണ്ടു. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, മകനെ സൂക്ഷിച്ച് നടക്കണട്ട, നീ വീണുപോയേക്കാം. അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞത്, ഇമാമേ, ഞാൻ വീണാൽ ചെളിയിൽ മാത്രം വീഴുകയുള്ളൂ, അതിലൂടെ എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ ചെളി പുരളും ചെയ്യും. ഇമാമെ, അങ്ങാണ് വീണെങ്കിൽ ചെളിയിൽ ശരീരത്തിൽ ചെളി പുരളും, എന്നാൽ സമൂഹം കൂടിയാണ് വഴി തെറ്റുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് വീഴാതിരിക്കണം, ഞാൻ വീണാലും കുഴപ്പമില്ല. ഈ വാക്ക് കേട്ടിട്ട് ഇമാം തൻ്റെ വിധിന്യായത്തിൽ എത്രത്തോളം സൂക്ഷ്മത പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രത്തോളം പല കാര്യങ്ങൾ അദ്ദേഹം പേഴ്സണൽ സേഫ് സൂക്ഷിച്ചിരുന്നു. അത്രയും പ്യൂരിഫൈഡ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് പല നേതാക്കളും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ വളച്ചൊടിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മുന്നിൽ പോലും സ്വന്തം ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവാനായ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇനി ധാരാളം അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു മദ്ഹബിന്റെ ഇമാമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. മദീനയുടെ പാരമ്പര്യവും പ്രായോഗിക ജീവിതവും മനുഷ്യരിലേക്ക് എത്തിച്ച ഒരു വലിയൊരു മദ്ഹബിന്റെ ഇമാമാണ്. താബിഅ ആണ്. മദീനയിലെ കർമ്മശാസ്ത്ര പാരമ്പര്യത്തിന്റെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട മാലികി മദ്ഹബിന്റെ സ്ഥാപകനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തെളിവെടുക്കുന്ന രീതിയും രീതിശാസ്ത്രവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ അൽ മുവത്ത എന്ന ഗ്രന്ഥം തയ്യാറാക്കുമ്പോൾ മദീനയിലെ ജനങ്ങൾ പ്രവാചകന്റെ കാലം മുതൽ തുടർന്നു പോകുന്ന പ്രായോഗികമായിട്ടുള്ള ജീവിത രീതികൾക്ക് വലിയ മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ ചര്യ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെട്ടത് മദീനയുടെ അന്തരീക്ഷത്തിലാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അത് കൈമോശം വന്ന് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വളരെ വിശദമായിട്ട് തന്നെ ഇതിനെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധി നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിച്ചിരുന്ന അതേ സ്ഥലത്ത് വെച്ചാണ് ക്ലാസ് എടുത്തിരുന്നത്. അത്രയും വലിയ പണ്ഡിതനായിട്ട് പോലും അദ്ദേഹത്തിന്റെ വിനയം അനധിക സാധാരണമായിരുന്നു. ഒരിക്കൽ ആരോ ചോദിച്ചു 48 ചോദ്യങ്ങൾ, 32 എണ്ണത്തിനും അദ്ദേഹം നൽകിയ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നായിരുന്നു. അറിവില്ലായ്മ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അറിവില്ലാത്ത കാര്യങ്ങൾ ഊഹങ്ങൾ പറയാതെ ഞാൻ അന്ന് അന്വേഷിച്ചിട്ട് പറയാ എന്ന് അതീവ ജാഗ്രത പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തി റീൽസിന് ഫോളോവർ കൂട്ടാൻ നമ്മളേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. സൂക്ഷിക്കുക. അറിവില്ലായ്മ തുറന്നു പറയാൻ കാണിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സൂക്ഷ്മത എന്തും എവിടെയും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് അല്ല സോഷ്യൽ മീഡിയ എന്ന് സാന്ദർഭികമായിട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു മദ്ഹബിന്റെ ഇമാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി സമയം ചെലവഴിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര്
നമ്മളെല്ലാവരും പിന്തുടരുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഫിഖ് അഥവാ നിയമവ്യവസ്ഥയുടെ അടിത്തറ എന്ന ഒരു കിതാബുണ്ട്. അത് മാത്രം മതി അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ അവഗാഹം മനസ്സിലാക്കാൻ. 4 മദ്ഹബുകളിൽ കേരളത്തെ സംബന്ധിച്ചോളം പൊതുവെ നിലവിലുള്ള കർമ്മശാസ്ത്ര സരണി എന്ന് പറയുന്നത് ഷാഫിഈ മദ്ഹബാണ്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ് ഇതിന്റെ സ്ഥാപകൻ. അദ്ദേഹം തെളിവെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയാണെന്ന് നോക്കണമെന്നത് കർമ്മശാസ്ത്രത്തിന്റെ കൃത്യമായ തെളിവുകളും അടിത്തറയും ആദ്യമായി പകർന്നു നൽകിയത് ഇമാം ഷാഫിഈ റഹിമഹുള്ളയാണ്. അദ്ദേഹം ഖുർആൻ, നബിചര്യ, ഇജ്മാ അഥവാ ഇജ്മാ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഐക്യം, ഖിയാസ്, യുക്തിവിചാരം എന്നിവ നിയമസ്രോതസ്സായിട്ട് പിടിച്ചിരുന്നു. ഖിയാസ് സത്യത്തിലെ ഇമാം ഹനഫി ഇമാമാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇമാം ഷാഫിഈ റഹിമഹുള്ളയും അദ്ദേഹത്തെ പിന്തുടരുന്നു. കാരണം ഷാഫിഈ ഇമാമിന്റെ ഉസ്താദാണ് ഹനഫി ഇമാം. അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആസ് എ ഷാഫി നമുക്ക് അഭിമാനം തോന്നേണ്ടതുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അർപ്പണബോധം അറിവ് നേടുന്നതിലായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അറിവ് തേടുന്നതിനിടയിൽ എനിക്ക് എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തെറ്റാണെന്ന് തെളിഞ്ഞാൽ പോലും ഞാൻ പ്രമാണം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രമാണത്തിൽ ഉറച്ചു നിൽക്കും, മറ്റുള്ള വാക്കിൽ ഉറച്ചു നിൽക്കൂല എന്ന് ചുരുക്കം. പണ്ഡിതന്മാരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനം നിലപാടെടുക്കാൻ അദ്ദേഹം മടിച്ചില്ല എന്നത് ചുരുക്കം. വ്യക്തികളെയോ സംഘടനയോ അന്ധമായി അനുകരിക്കുന്നതിന് പകരം പ്രമാണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും വലിയൊരു കാഴ്ചപ്പാടാണ് ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും പല ആൾക്കാരുടെ വാക്കിന്റെ പുറത്ത് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യം ഹനിക്കേണ്ടി വരുന്ന അവസ്ഥ ധാരാളം ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് 4-മത്തെ ഏറ്റവും അവസാനത്തെ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിയെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഹംബലി മദ്ഹബിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഹദീസ് സമാഹരണത്തിലും പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നതിലും പ്രശസ്തനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥമായ മുസ്നദ് അഹ്മദ് ലക്ഷക്കണക്കിന് ഹദീസുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ദുർബലമായ അഭിപ്രായങ്ങളെക്കാൾ പ്രവാചകനിൽ നിന്ന് നേരിട്ട് സ്ഥിരമായി ഹദീസുകൾക്ക് അദ്ദേഹം മുൻഗണന നൽകിയത്. അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധി വളരെ പ്രസക്തമാണ്. അബ്ബാസിയ ഭരണാധികാരികളുടെ കാലത്ത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അതോ അനാദിയായ വചനമാണോ എന്ന വിഷയത്തിൽ വലിയ പരീക്ഷണങ്ങൾ നടന്നു. ഭരണകൂടത്തിന്റെ തെറ്റായ വാദത്തെ അംഗീകരിക്കാൻ തയ്യാറാക്കാത്തതിന്റെ പേരിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് കഠിനമായ ചാട്ടവാറടിയും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കഠിനമായ നിലപാടുകളുടെ സത്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് തന്റെ ജീവൻ പോലും പണയം വെക്കേണ്ടി വന്നു. ഇന്നത്തെ കാലത്ത് പ്രലോഭനങ്ങൾക്ക് മുന്നിൽ, പ്രതിസന്ധികൾക്ക് മുന്നിലും നമ്മൾ അടിയറവ് പറയുന്ന ഭരണാധികാരികളുണ്ട്, സാധാരണക്കാരുണ്ട്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പ്രയാസങ്ങൾ വന്നാലും പതറാതെ പിടിച്ചു നിന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ജീവിതം വലിയൊരു മാതൃകയാണ്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഗുണപാഠങ്ങളും സന്ദേശങ്ങളും നമുക്ക് ധാരാളം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 4 ഇമാമുമാരും ലോകത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, ഇമാം മാലിക് റഹിമഹുല്ലാഹിയുടെ വിനയം, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തെളിവുകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിയുടെ പ്രതിസന്ധികളുടെ ദൃഢത എന്നിവ നമ്മുടെ വഴികാട്ടിയാണ്. നമുക്ക് ചുറ്റും വിഭാഗീയതയും തെറ്റായ ആശയങ്ങളും പഠന സമയത്ത് പ്രവാചക ചര്യയിലേക്ക് കൃത്യമായി ചെന്നെത്തുന്ന ഈ കർമ്മശാസ്ത്ര സരണികളെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അവന്റെ പ്രീതി നമുക്ക് ലഭ്യമാവട്ടെ. അതിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് അള്ളാഹു നമ്മെ മാറ്റട്ടെ, തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്.
ധാരാളമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആസ് എ മുസ്ലിം നമ്മൾ നമ്മുടെ മദ്ഹബിന്റെ ഇമാമികളെ കുറിച്ച് ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന സന്ദേശം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.